ചേച്ചി ലാസ്റ്റ് എപ്പിസോഡ് ബിഗ് ബോസിന്റെ കണ്ടില്ലായിരുന്നോ? അപ്പൊ അതില് ആദിലയും നൂറയും കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സംസാരിച്ചായിരുന്നു. ഇത് കുറച്ച് സമയമില്ല, 1 അവറിൽ കൂടുതൽ സംസാരിച്ചു. അപ്പോ എനിക്ക് കുറച്ചത് അൺഫെയർ ആയിട്ട് തോന്നി. കാരണം റീസെന്റ് സാബുനെ വിളിച്ചു, അനുമോൾ, നെവിൻ, അങ്ങനെ കുറച്ചുപേരെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു, ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പൊ എനിക്ക് എന്തോ അൺഫെയർ ആയിട്ട് തോന്നിയപ്പോ ഞാൻ കോണ്ടാക്ട് ചെയ്തു, ഞാൻ ചോദിച്ചു, കാര്യം ചോദിക്കാണ്ട്. ഇങ്ങനെ ബാക്കി എല്ലാരും വിളിച്ചു, ഈ അഭിനൂറെ വിളിച്ചു, പക്ഷെ അവരോട് കുറച്ച് അധികം നേരം സംസാരിച്ചു, അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പോ അവരുടെ മറുപടി ഉണ്ടായത്, ഈ നൂറയ്ക്ക് നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട്, അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണ് എന്നോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് വിളിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് റീസെന്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. കാണുമ്പോൾ ടിവിയിൽ കൂടെ നേരിട്ട് കാണുമ്പോൾ അപ്പം എനിക്കൊന്നും തോന്നിയില്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റാവുന്ന പോലെ എനിക്ക് തോന്നി, എനിക്ക് വിശ്വാസമായില്ല. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, ഇങ്ങനെ എന്താണ് ആദ്യം ഇപ്പം നൂറയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് വന്നാല് ആദിലേയും കൂടെ എന്തിനാ വിളിച്ചത്? ആദിലെ വിളിക്കേണ്ട ആവശ്യം നൂറ് ഒറ്റയ്ക്ക് വിളിച്ചാ പോരെ? അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല. അയാള് ഞാൻ മെസ്സേജ് ചെയ്തു, ഡെലിവേർഡ് ആയി, പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്. ഹലോ, 2 ദിവസം മുൻപ് ആദിലേനെ നോറയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു 2 മണിക്കൂർ അവര് രണ്ടുപേരും എവിടെയും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാനും കുറെ ആൾക്കാർ വിട്ടിട്ടുണ്ട്. അപ്പോ ഇന്ന് വന്ന ഒരു വോയിസ്, ആ വോയിസ് ആണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത്. അവിടെ പറഞ്ഞേക്കുന്നത് നൂറയുടെ കാലിന്റെ ഒരു ലെഗ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇവരെ കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തിയത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് ലൈവിലോ എപ്പിസോഡിലോ കാണിച്ചിട്ടില്ല? അത് കാണിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ബാക്കി എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണിക്കുന്നുണ്ട്, ഈ ആതിരയുടെ നൂറയുടെ മാത്രം എന്തുകൊണ്ടോ കാണിക്കാത്തെ? അതിലെന്തോ കള്ളത്തരം ഇല്ലേ ബിഗ് ബോസ്? അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അത് ലൈവിലോ എപ്പിസോഡിലോ ഏതെങ്കിലും ഒന്നിലും ഇടുന്നതിൽ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ഒന്നിലും ഇട്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നൂറയുടെ ലെഗ് ഇഷ്യൂ നിങ്ങൾ ഇവരെ ഇതിന്റെ അകത്തോട്ട് കയറ്റുന്നതിന് മുമ്പേ ബിഗ് ബോസിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരിക്കും. കാരണം ഒരാൾ അതിന്റെ അകത്ത് കേട്ടുമ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എത്രമാത്രം ഉണ്ട്, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതൊക്കെ ബിഗ് ബോസ് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടായിരിക്കും ഇതിന്റെ അകത്തോട്ട് കയറുന്നത്. അങ്ങനെയുള്ളപ്പോ ഈ നൂറയുടെ കൂടെ ആദിലേനെയും കൂടെ അതിന്റെ അകത്തോട്ട് വിളിച്ച് കയറ്റേണ്ട ആവശ്യം എന്തായിരുന്നു? അതും 2 മണിക്കൂറിലേക്ക്. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്നാമതേ നിങ്ങൾ ലൈവ് മൊത്തം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള ഉഡായിപ്പും കൂടെ കാണിക്കണം. ഇനി നിങ്ങൾ ഒരാളെ കണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾക്കാർ എന്തോ ബിഗ് ബോസ് പൊട്ടന്മാരോ? അൺഫെയർ ആയിട്ടുള്ള കുറെ എവിക്ഷൻസ് അതിന്റെ അകത്ത് നടന്നു. അതിന്റെ പിറകെ ഇമാതിരി ആളെ പറ്റിക്കുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് ഭയങ്കര തൊലിഞ്ഞ പരിപാടിയാണ്. ശരി, എന്നാ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബിഗ് ബോസിന് ഇനി ബിഗ് ബോസിന്റെ ഇഷ്ടത്തിന് ഒരാളെ ജയിപ്പിക്കാനാണെങ്കിൽ അതിന്റെ പേരിൽ ബാക്കിയുള്ള ആൾക്കാരെ അടിച്ചു താഴ്ത്താനാണെങ്കിൽ നടക്കട്ടെ. കാണുന്ന ആൾക്കാർ ജനങ്ങൾ മൊത്തം പൊട്ടന്മാരാണല്ലോ.